ഈ ആണുങ്ങൾക്കും ഇതേപോലെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിക്കൂടെ? സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ, എന്നിട്ട് അവിടെ ഒരു ബോധവൽക്കരണം കൊടുക്കുക. ഇങ്ങനെ പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ പാടില്ല, ഇങ്ങനെ ഇറങ്ങുന്നേരം നീറ്റായിട്ട് നിൽക്കണം. അങ്ങനെയൊക്കെ ഒരു ആണുങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. നമ്മൾക്കിപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്നത്, കുടുംബശ്രീയിലാണുങ്ങളല്ലോ ഇല്ലല്ലോ, കുടുംബശ്രീ പോലെ ആണുങ്ങൾക്കും ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ ഒരു ബോധവൽക്കരണം എല്ലാം കൊടുക്കുക. അങ്ങനെ പുറത്തിറങ്ങുന്നേരം അങ്ങനെ എന്താ പറയുക, അതിനൊക്കെ അങ്ങനെയൊക്കെ ആയിക്കൂടെ അല്ലേ? ആയിക്കൂടെ? സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ് നിയന്ത്രണങ്ങൾ വരുന്നത് അല്ലേ? നിയന്ത്രണം പുരുഷന്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ. അതായത് അത് പാടില്ല ഇത് പാടില്ല എന്നല്ല. പക്ഷെ സ്ത്രീ അത്ര നിയന്ത്രണങ്ങൾ കുറവാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എല്ലാവരും അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളെ വീട്ടിൽ തന്നെ ആയാലും നമ്മൾ പുറത്തിറങ്ങുന്നേരം അമ്മമാര് പറയില്ല, അമ്മമാര് അത്ര സ്ട്രിക്റ്റ് ആവില്ല. അച്ഛൻ പറയും ഇത്ര മണിക്ക് വരണം, എന്ന സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ളൊരിതുണ്ടാവും. അപ്പം ഇതൊക്കെ ഒരു ബോധവൽക്കരണത്തിൽ കൊടുത്താൽ അതിൽ കൂടെ അത് കിട്ടില്ലേ? ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ അമ്മയാണ് എന്നെ വിലക്കാറുള്ളത്. കാരണം അച്ഛന് സമയം കിട്ടാറില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ദൂരെ വന്ന് പഠിക്കുന്ന ഒരാളാണ്. അച്ഛനെ കാണാറ് ശനിയോ ഞായറോ ഒരു 7 മണി ശേഷം അച്ഛൻ കട വിട്ട് വരുമ്പോൾ ഒന്ന് ഇരുന്ന് സംസാരിക്കുക, തീമേശയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ TV കാണുന്നതിൻ്റെ ഇടയിൽ ആളോട് എന്തെങ്കിലും സംസാരിക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് സംസാരിക്കാനുള്ള നേരം കിട്ടാറില്ല. അപ്പോൾ അമ്മയിലൂടെയാണ് അച്ഛൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ അറിയുന്നത്. അല്ലെങ്കിൽ ഒരു സമയം വരെ അച്ഛൻ നന്നായിട്ട് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഇടം കിട്ടിയിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക്, അല്ലെങ്കിൽ ഈ ഒരു സമയം മുതൽ അമ്മയിലൂടെയാണ് അച്ഛൻ്റെ അഭിപ്രായങ്ങൾ അറിയുന്നത്. അപ്പോൾ പലപ്പോഴും അമ്മ വിലക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛനൊന്നും ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അച്ഛന്മാർ ഇങ്ങനെ അങ്ങനെ വീട്ടിലെ ആണുങ്ങൾ എന്താ പറയുക എന്നുള്ള രീതിയിൽ. അതായത് എൻ്റെ മകള് കുറെ ദൂരെ പോയി പഠിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം എന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവുകയും, പക്ഷെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള പുരുഷ വിഭാഗത്തിന്റെ ഒരു കണ്ണ് പേടിച്ചിട്ട് മകളെ പുറത്തേക്ക് വിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മമാർക്കുള്ള കൺസേൺ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, പുറത്തേക്ക് ഒരു ഇത്ര സമയത്തിന് ശേഷം വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പേടി ഉണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ആവലാതി ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, അച്ഛനുള്ള പേടിയാണ് അമ്മയിലൂടെ മക്കൾ ഏൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ആദികൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ആദികളാണോ, അതോ വീട്ടിലുള്ള ആണുങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സാധനങ്ങളാണോ? അതുപോലെ സ്ത്രീയും ഏത് കാലത്തും പുറത്ത് പോകാനും വരാനും അവരുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ചായ കുടിച്ചോ ഒരു ഡ്രസ്സ് എടുത്തോ തിരിച്ച് വരുമ്പോൾ വീട്ടിൽ നിന്നൊരു എന്താ പറയുക, ഒരു ചീത്ത കഴിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് ഒരു സ്ത്രീനെ ഏറ്റവും സന്തോഷവതിയാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കൊരു ജോലി, എന്നാൽ നമുക്ക് ആരെടുത്തും ഇതായിട്ട് നിൽക്കാം, അതാണ് നമുക്ക് വേണ്ടത്.